ഞാൻ വീണ്ടും ചില പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് നമ്മളൊപ്പം ഉണ്ട്. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PMS സലാമും നമ്മളൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നു. ആദ്യം ശ്രീ സണ്ണി ജോസഫ്, ഒരു വർഷം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഈ മുണ്ടക്കായ് ചൂരൽമല മേഖലയുടെ പുനരധിവാസത്തെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രതിപക്ഷ മുന്നണി വിലയിരുത്തുന്നത്? അത് എന്തുമാത്രം ഭംഗിയായി പോകുന്നു എന്നാണ്? ഗവൺമെന്റിനെ നിങ്ങൾ എന്തുമാത്രം ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ? ഗവൺമെന്റിന് ഞങ്ങൾ ആദ്യം മുതൽ എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്ക്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ജനപ്രതിനിധികൾ, അവിടുത്തെ MLA, സിദ്ദിഖ്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഇവരെല്ലാവരും, രാഷ്ട്രീയ നേതൃത്വം ഒന്നടങ്കം ഗവൺമെന്റിന് എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട്, എല്ലാ പിന്തുണയും. ഗവൺമെന്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള നിധി രൂപീകരിച്ചപ്പോഴും ഞങ്ങളെല്ലാവരും, ജനപ്രതിനിധികളെല്ലാവരും ഞങ്ങളുടേതായ അതിൻ്റെ അകത്തെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഒരു മാസത്തെ ശമ്പളം കൊടുക്കാൻ പറഞ്ഞു, എല്ലാവരും കൊടുത്തു. MLA-മാരും MP-മാരും എല്ലാവരും സഹായിച്ചു. മറ്റ് ജനപ്രതിനിധികളും UDF-ന്റെ പ്രവർത്തകരും അനുഭാവികളും എല്ലാവരും സഹായിച്ചു. പിന്നീട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം വിളിച്ചു ചേർത്ത യോഗങ്ങൾ, പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അതിനെ തുടർന്നുള്ള യോഗങ്ങൾ, അതിലെല്ലാം വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളും സഹകരണ മനോഭാവവും തന്നെയാണ് UDF-ന്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ഈ കാര്യങ്ങളുടെ വിലയിരുത്തലിൽ വേണ്ടത്ര ആലോചനയില്ല, വേണ്ടത്ര പുരോഗതിയില്ല. ഇന്നൊരു വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ആളുകൾ, പുനരധിവാസം ആഗ്രഹിക്കുന്ന ആളുകൾ, എത്ര പേർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സാധിച്ചു? മുഖ്യമന്ത്രി തന്നെ ഇന്ന് പത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? 770-ലധികം കോടി രൂപ ഈ കാര്യത്തിൽ സമാഹരിച്ചിട്ട് 100 കോടിയിൽ താഴെ രൂപയാണ് ഇതിനോടകം ചെലവഴിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസം നൽകുന്നതിന്, ഭവനം നൽകുന്നതിന്, അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വാടക വീടുകളുണ്ടെങ്കിൽ അവിടെ വാടക കൊടുക്കുന്നതിന് പോലും ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചിട്ടില്ല വേണ്ടത്ര. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, തൊഴിൽ സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് യാതൊരു സഹായവും വേണ്ടത്ര നൽകിയിട്ടില്ല. കച്ചവട സ്ഥാപനങ്ങൾ, മറ്റ് തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഈ ഉരുൾപൊട്ടലിൻ്റെ വേറൊരു പ്രത്യേകത, നിരവധി ഏക്കർ ഭൂമിയാണ് ഒഴുകിപ്പോകുന്നത്. കൃഷിസ്ഥലവും താമസ സ്ഥലവും നഷ്ടപ്പെടുന്ന ആളുകൾ, അതിൽ കൃഷിസ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് ഒരു സ്ഥലത്തും ഒരു പരിഗണനയില്ല. മുണ്ടക്കായ് ചൂരൽമല ദുരന്തമുണ്ടായ അതേ ദിവസമാണ് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്, അത് അത്രയും കാഷ്വാലിറ്റി, അത്രയും മരണമില്ല, അത്രയും ഏക്കർ സ്ഥലത്തല്ലെങ്കിലും ഉണ്ടായ സ്ഥലത്ത് പൂർണ്ണമായിട്ടും ഒഴുകിപ്പോയൊരു സംഭവം ഉണ്ടായ സ്ഥലം. അവിടെ ഞാൻ ഇന്നലെ വൈകുന്നേരം അവിടെ സന്ദർശിച്ചിരുന്നു, അവിടുത്തെ ജനപ്രതിനിധികളോടൊപ്പം. അവിടെയും സമാനമായ സാഹചര്യം നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള അവഗണനയാണ് ആ പ്രദേശത്തോടുള്ളത്. അതുകൊണ്ട് ഈ പുനരധിവാസ പ്രക്രിയയിൽ സർക്കാർ വേണ്ടത്ര വിജയിച്ചിട്ടില്ല ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ. ഇത് കേരളം മുഴുവൻ ഒന്നിച്ചു നിന്ന ഒരു വിഷയമാണ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദുരന്തമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തിലും വലിയ വീഴ്ചയുണ്ടായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു പ്രഹസനമായിട്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയമസഭയിൽ T. സിദ്ദിഖ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, പ്രധാനമന്ത്രി വന്നത് കേവലം ഫോട്ടോഷൂട്ടിന് വേണ്ടിയായിരുന്നോ എന്ന ഒരു ചോദ്യമാണ് സിദ്ദിഖ് ചോദിച്ചതെങ്കിൽ അത് വളരെ അർത്ഥവത്തായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇനിയുള്ള സമയമെങ്കിലും കളയാതെ കിട്ടിയ തുക പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ, സമയബന്ധിതമായിട്ട് വിനിയോഗിക്കാൻ, നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ, ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ ആളുകൾക്ക് സഹായം കൊടുക്കാൻ, തുടർ സഹായം ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ, കൃഷി നശിച്ചവർക്ക്, അതുപോലെ സ്ഥലം നഷ്ടപ്പെട്ടവർക്ക്, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക്, അവർക്കെല്ലാം മതിയായ നഷ്ടപരിഹാരവും സഹായവും നൽകാൻ ഗവൺമെന്റ് ഇനിയെങ്കിലും തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അല്ല പ്രസിഡന്റ്, ഈ കാര്യത്തിൽ പക്ഷേ സർക്കാരിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്, സർക്കാരിന് ഏതൊരു പുനരധിവാസവും നടപ്പിലാക്കുമ്പോൾ സർക്കാരിന് അതിന്റെ നിയമപരവും അല്ലെങ്കിൽ സാങ്കേതികവുമായ ഘട്ടങ്ങൾ മറികടന്നേ പോകാൻ കഴിയൂ. പിന്നെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ചില നിയമപരമായ വ്യവഹാരങ്ങളുടെ തടസ്സം ഉണ്ടായത് പ്രത്യേകം ഓർക്കുകയും വേണം. മറ്റൊന്ന്, ഈ വാടക പോലുള്ള കാര്യങ്ങളിൽ എവിടെയും ഒരു തടസ്സവുമില്ല. എല്ലാവരുടെയും ദിനപത്തയും വാടകയും കൃത്യമായി കൊടുക്കുന്നു. അതിൽ പരാതികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം സർക്കാർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്ന സ്പെസിഫിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇപ്പോൾ ഈ വ്യാപാരികളുടെ പ്രശ്നത്തിൽ, കടമുറികൾ നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിലെല്ലാം സർക്കാർ ഒരു പുതിയ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാൻ പോവുകയാണെന്ന് ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ K. രാജൻ പറഞ്ഞു. ഗവൺമെന്റ് ഏത് മേഖലയിൽ ഒരു ഡെലിബറേറ്റ് ലാഗ് വരുത്തി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കുറച്ച് സ്പെസിഫൈ ചെയ്യാമോ? ഒന്ന്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഗുണഭോക്താക്കളെ നിർണയിക്കുന്നതിൽ ഇതില്
നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ആർക്കെല്ലാം അതിന്റെ പട്ടിക തന്നെ വ്യക്തമായിരുന്നില്ല. അതവിടുത്തെ ജനപ്രതിനിധികൾ കൃത്യമായി ആ കാര്യത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പരിഹാരത്തിനുള്ള ഈ എണ്ണം നിശ്ചയിച്ച് എത്ര പേർക്ക് വീട് കൊടുക്കാൻ വേണ്ടി സാധിച്ചു, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ രംഗത്ത് വന്നു. അവർക്ക് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു ലിസ്റ്റോ കടലാസോ കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. വേണ്ടത്ര കൂടിയാലോചനകളില്ല. ഇന്നിപ്പോൾ മന്ത്രി പ്രഖ്യാപിക്കുകയാണ് 1 വർഷമാണ് കഴിയുന്നത്. വീടും കൃഷിസ്ഥലവും നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവര് ക്യാമ്പുകളിലും മറ്റു വാടക വീടുകളിലും ബന്ധുവീടുകളിലുമായിട്ട് താമസിക്കുന്നത് 1 വർഷക്കാലമായി എന്നുള്ളതാണ്. ഇത് ഇത്ര ദിവസം കൊണ്ട്, ഒരു 3 മാസം കൊണ്ട് പണി തീർക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് 1 വർഷമായിട്ടും പൂർത്തീകരിക്കാതെ പോകുന്നത്. ഇനി നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ കുറെ കൂടി അത് ഫലപ്രദമാകണം, വേഗത്തിലാകണം. അതാണ് ആവശ്യം. ഓക്കെ, KPCC പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, ഒരു കോൺഗ്രസ് നിലയ്ക്ക് സംഘടനാപരമായി നിങ്ങൾ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ, മീൻസ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിന്റെയൊക്കെ ഒരു സ്റ്റാറ്റസ് എന്താണ് പ്രസിഡന്റ്? അതും വളരെ ഞങ്ങൾ ഒരു കാര്യം, ഒന്ന് കർണാടക ഗവൺമെന്റ് വളരെ ഉദാരമായിട്ട്, ഗവൺമെന്റും പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗവൺമെന്റ് മിഷണറി നിയമപരമായിട്ട് ചലിക്കേണ്ടതാണ്, അത് പൗരന്മാരുടെ അവകാശമാണ്. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടേതായ രൂപത്തിലുള്ള എല്ലാ കോൺഗ്രസ്സുകാരും ഞാൻ ഉൾപ്പെടെ ഗവൺമെന്റ് സഹായ നിധിയിലേക്കാണ് ആദ്യമായിട്ട് സംഭാവന കൊടുത്തത്, എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും. രണ്ടാമതാണ് പാർട്ടി അടിസ്ഥാനത്തിൽ തന്നെ വീട് വെക്കുന്നതിനുള്ള പദ്ധതികൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിന് സ്ഥലം ആവശ്യപ്പെട്ടു, ഗവൺമെന്റ് സ്ഥലം തരണം, അതുപോലെ തന്നെ അതിന്റെ ഗുണഭോക്താക്കളെ ഐഡന്റിഫൈ ചെയ്ത് തരണം. ഇത് രണ്ടും ഉണ്ടായില്ല, അതിന്റെ കാലതാമസം വന്നു. അതുപോലെ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിൽ തന്നെയാണ് ഞങ്ങൾ അതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്.